അല്ല മോനെ, യഹ്ഫളില്ലാഹ യഹ്ഫളുക. മദീനയുടെ പ്രാന്തപ്രദേശത്തുകൂടെ, പ്രവിശാലമായ മരുഭൂമിയിലൂടെ, മലകൾക്കിടയിലൂടെ നടന്നു പോകുന്ന യാത്രയിൽ, കൊച്ചുമോനെ ഞാൻ നിനക്ക് ചില കാര്യം പഠിപ്പിച്ചു തരാമെന്ന് 6-7 വയസ്സുള്ള ഒരു മോനോട്, അത് തന്റെ മൂത്താപ്പയുടെ മകനായ ഹബീബിന്റെ കസിനായ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട്, യഹ്ഫളില്ലാഹ യഹ്ഫളുക. എന്തൊരു മനോഹരം! ബി മൈൻഡ്ഫുൾ ഓഫ് അല്ലാഹ്, അല്ലാഹു വിൽ പ്രൊട്ടക്ട് യു. അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധം ഉണ്ടാവണം മോനെ, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. അള്ളാഹിനെ പറ്റി ബോധം വേണം. അള്ളാഹ് കാണുന്നു, റബ്ബന്റെ കൂടെയുണ്ട്, അള്ളാഹുവിന്റെ അരികത്തുണ്ട് എന്ന് മറക്കല്ല മോനെ. യഹ്ഫളുക. നിന്റെ സ്കൂൾ ബസ്സിലും, നിന്റെ യാത്രയിലും, നിന്റെ ക്ലാസ് റൂമിലും, നീ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴും, വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോഴും, ജോലിക്ക് പോകുന്ന ചെറുപ്പക്കാർ, നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ, തിരിച്ചു വരുമ്പോൾ, യാത്രയില്, വീട്ടിലിരിക്കുമ്പോൾ, നാട്ടിലിരിക്കുമ്പോൾ, അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കും. ഒരാളുടെ മനസ്സിലും നിങ്ങളെ ആക്രമിക്കാൻ, നിങ്ങളെ ഉപദ്രവിക്കാൻ, നിങ്ങളെ ശല്യം ചെയ്യാൻ ഒരാളുടെ കൽബിനും തോന്നുകയില്ല. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. എന്താണ് ആ ഉപദേശം? കഴിഞ്ഞില്ല. ഇച്ചിരി ദീർഘമായ ഉപദേശം. യഹ്ഫളില്ലാഹ യഹ്ഫളുക യഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക. മോനെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം മോനെ. 2ാമത്തെ തവണയാണ് നബി ആവർത്തിക്കുന്നത്. മോനെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം. തജിദുഹു തുജാഹക. നിന്റെ കൺമുമ്പിൽ നിനക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയും. ആനെ സൂക്ഷിക്കുമോനെ. ഇത് ചെറിയവർക്കും വലിയവർക്കുമുള്ള ഉപദേശമാണ്. മനസ്സിനോട് സംവദിക്കുകയാണ്. സ്നേഹത്തോടെ തൻ്റെ കൊച്ചനുജനോട് മുതിർന്നൊരു ജ്യേഷ്ഠൻ പറഞ്ഞു കൊടുക്കുന്ന പോലെ ലോകത്തിൻ്റെ ഗുരുവാണ് ഒരു 6-7 വയസ്സുള്ള മോനോട് സംസാരിക്കുന്നതെന്ന് ഓർക്കണം. പ്രായത്തിലും പക്വതയിലും വിവരത്തിലും കുറച്ച് മുന്തിയ ആളുകൾ കൊച്ചുമക്കളോട് സംസാരിക്കാറുണ്ടോ? അവരോട് സലാം പറയോ? അവർക്കൊന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യോ? നമ്മുടെ അഹങ്കാരം സമ്മതിക്കാറുണ്ടോ? അവരിടപെടണം. ഏത് ചെറിയ കുട്ടിയും ഒരു വലിയ മനുഷ്യൻ തന്നെയാണ്, അവൻ്റെ ശരീരം കൊണ്ടല്ലെങ്കിലും എന്നാണ്. ചെറിയ കുട്ടിക്ക് അവൻ്റെതായ ഇഷ്ടവും അനിഷ്ടവും വാശിയും പിടിവാശിയും എല്ലാം ഉണ്ടല്ലോ. കൊച്ചുമക്കളാണെങ്കിൽ തന്നെയും അവരൊരു പൂർണ്ണ ആളായിട്ട് തന്നെ കാണണമെന്നാണ്. അങ്ങനെയാണ് അഷ്റഫുൽ ഖൽഖ് കാണുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞില്ല. മറ്റൊരു ഉപദേശം, തഅറഫ് അലല്ലാഹി ഫിർറഖാ യഅരിഫുക ഫിശ്ശിദ്ദ. മോനെ, അള്ളാഹു നിനക്ക് സൗകര്യം തരുന്ന നേരത്ത് നീ അള്ളാഹുവിനെ ഓർക്കണം. എന്നാൽ നിനക്ക് കഷ്ടപ്പാട് വരുമ്പോൾ അള്ളാഹു നിന്റെ കൂടെ ഉണ്ടാകും. ആകെ പറയുന്ന ബിസിനസ് തകർന്നു അല്ലേ? എല്ലായിടത്തും കാശില്ല, ബിസിനസ് ഇല്ല, പൈസ ഇറങ്ങുന്നില്ല.